ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ജയിലിൽ നിന്ന് ഇറങ്ങിയത്. ജയിലിൽ നിന്ന് നമ്മൾ രക്ഷിച്ച ആരാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ വണ്ടി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നത്. ആ വണ്ടിയിലുള്ളത് രക്ഷിച്ച ആളുടെ ഡീറ്റെയിൽസാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. ഇന്ന് രാത്രി ചെല്ലാനായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ നമുക്ക് പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി നമ്മൾ കുറേ നേരം തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഈ വണ്ടിയുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലുള്ള ആ ഒരു ലൊക്കേഷൻ അനുസരിച്ച് നമ്മളിപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. ഓക്കെ, നമ്മളങ്ങനെ പോയി കുറച്ച് ദൂരം എത്തിയിട്ടുണ്ട്. കുറേ ലൊക്കേഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞ ലൊക്കേഷനിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അവിടെ എന്താണ് ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് നേരെ ലൊക്കേഷനിലോട്ടാണ് പോയേക്കാം. ഓക്കെ, നമ്മൾ ടൗണിൽ ഇന്നെന്തോ ഹർത്താലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ നമ്മൾ ഇടവഴി കയറിയാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിന് വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തും. നമ്മൾ അവർ പറഞ്ഞ ഫസ്റ്റ് ലൊക്കേഷനിലോട്ടാണ് പോകുന്നത്. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വീണ്ടും. ഓക്കെ, നമ്മളങ്ങനെ അതിൻ്റെ അടുത്തും കാര്യങ്ങളൊക്കെ എത്തി. നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കാം. അവർ പറയുന്ന കമാൻഡ് അനുസരിച്ച് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് ചെന്നങ്ങ് നോക്കിയേക്കാൻ കഴിയും. ഓക്കെ, നമ്മളങ്ങനെ അതിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അന്ന് അങ്ങോട്ട് കയറാൻ കഴിച്ചു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി ചെന്നോക്കെ ഇവിടെ ഒരു പേപ്പർ കഷ്ണമുണ്ട്. ആ പേപ്പർ കഷ്ണത്തിൽ അവരുടെ ബാക്കി കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ട് വന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളെ വണ്ടി നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് ലൊക്കേഷനിൽ കയറി പോകണം. ഒക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അടുത്ത് തന്നെ. ഒക്കെ നമ്മൾ കുറേ ദൂരം വന്നിട്ടുണ്ട്. ഇത് പഴയ ആ ഒരു മിലിറ്ററിയുടെ ഓഫീസിൻ്റെ പുറകെക്കൂടെ വഴിയാണ്. ഓക്കെ, നമ്മളങ്ങനെ ഇടവഴി കയറി ഇവിടെയാണ്. ഓക്കെ, അവിടെ ഒരു ചെറിയൊരു RGB കാർ പോലത്തെ ഒരു കാർ കിടപ്പുണ്ട്. എന്തായാലും അതിലായിരിക്കുന്ന ആൾ ആ ലൊക്കേഷനിൽ പറഞ്ഞ ആളായതാണ്. ഓക്കെ, ആൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കത് തോന്നുന്നു ലോസ് ഗ്യാങ് മെമ്പേഴ്സ് തന്നെയാണെന്നാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഓക്കെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളെന്തോ ബോധം കെടുത്തി ആ വണ്ടി കയറ്റി നമ്മളിപ്പോൾ വേറെ വണ്ടിയിലാണ്. ഇത് അതിൻ്റെ അത് കെട്ടിയിട്ടിരിക്കുകയാണ്. നമുക്ക് അനങ്ങാനൊന്നും കഴിയുന്നില്ല കേട്ടോ. ഓക്കെ, നമ്മൾ ആ വണ്ടി മൂന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിട്ടുണ്ട്. എവിടെ പോകുന്നതെന്ന് അറിയില്ല. നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ പഴയ വീടിൻ്റെ ഫ്രണ്ടിലൂടെ പോകുന്ന വഴിയാണ്. ലോസ് ഗ്യാങ് മെമ്പേഴ്സ് തന്നെ ആവാനാണ് സാധ്യത. നമ്മൾ കൊല്ലാൻ കൊണ്ടുപോകുന്നതായിരിക്കും. നമ്മൾ ഫ്രണ്ടിലേയും കൊണ്ടുപോകുന്നത്. നമുക്ക് എവിടെ ചെന്നിരുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അങ്ങനെ ഇവരെവിടെ ഒരു മരുഭൂമി എടുത്തുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്ക് എവിടെയാണെന്നൊന്നും അറിയില്ല. ഇവിടെ എവിടെയും കൊണ്ട് നിർത്തുവാനും കേട്ട് എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. നമ്മൾ ഇത്ര നേരം ബോധം കിട്ടി കിടക്കാമല്ലോ. ഇടയ്ക്ക് ബോധം കേടും, ഇടയ്ക്ക് എനിക്ക് എന്തോ ഒരു സാധനം ഇവിടെ ഈ വണ്ടിക്ക് സ്പ്രേ ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് നമ്മൾ ബോധം കിട്ടി വീഴുന്നത്. എന്താവും നമുക്കറിയില്ല കേട്ടോ. ഇത് പിന്നെ ഗോൾ ഡൗൺ ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കയറിപ്പോയി നോക്കാൻ കഴിച്ചു. വണ്ടി എന്തായാലും അങ്ങോട്ട് വരെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും കയറിപ്പോയി നോക്കാൻ കഴിച്ചു. ഇതിവിടെ പക്ഷേ ഗോൾ ഡൗൺ ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. വണ്ടി നിർത്തുമ്പോൾ എന്തോ ഒരു സ്മോക്ക് സാധനം നമ്മൾ മൂക്കടിച്ച് നമ്മൾ ബോധം കെട്ടും.